നമ്മുടെ ഇസ്രയേൽ മൾബറി. ഇത് യെല്ലോ കളറായിട്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇത് നിറച്ചും എനിക്കിത് കാണാൻ പറ്റുന്നില്ല സൂര്യപ്രകാശം കാരണം. വീഡിയോ കറക്റ്റായിട്ട് വരുന്നോന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, നല്ല ഇതിങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല ഒരു മധുരമാണ് കേട്ടോ. ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ വിരിഞ്ഞ് ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇതിനകത്തൊക്കെ പിടിച്ച് വരുന്നുണ്ട് ഇസ്രയേൽ മൾബറി. ഇതിലൊക്കെ ഉണ്ട്. ഇത് നോക്ക്, കോലയായിട്ട് കിടക്കുന്നുണ്ടോ. ഇപ്രാവശ്യം പേരപ്പം കുറേ പൂത്തിട്ടുണ്ട്, നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നല്ലത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നല്ല സൂര്യപ്രകാശം തട്ടിയാൽ ഇത് നല്ലതുപോലെ പൂക്കുന്ന മാത്രമല്ല, ഇത് കായും പിടിക്കും. ഇതൊക്കെ കുറേയൊക്കെ വീണ് പോകും കേട്ടോ, കുറേ അധികം വീണ് പോകും. കണ്ടോ, ഇങ്ങനെ കോലയായിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ്. അപ്പുറത്ത് പിന്നെ വെയിലടിക്കാത്ത സ്ഥലത്തൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അധികം ഇല്ല. ഇത് കണ്ടോ, കുഞ്ഞ് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നോ. ഓക്കെ, കണ്ടോ, ഇത്തിരി കൂടി വലുതായത് ഇതാ. കണ്ടോ, ഓ ഇത് ചെറുത്, ഇതിന് ചെറുത്. ഇത് പിന്നെതാ, ഇതൊക്കെ കണ്ടോ കൊലയായിട്ട്. ഇത് കൂടുതൽ ഗൾഫിലൊക്കെ കിട്ടുന്നതാണ് ഈ സാധനം. ഇത് റെഡ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അത് ഞാൻ വാങ്ങിച്ച് വെച്ച്, എനിക്കിങ്ങനെ റെഡ് കളറിൽ വന്നിട്ടില്ല. പൂക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ. ഈ ഗ്രീനിലാണ് കുറേ അധികം പിടിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുമുണ്ട്. കണ്ടോ, ഇത് ഗ്രീൻ. ഇതൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം കേട്ടോ. നമ്മുടെ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഇങ്ങനെ നിൽക്കുവാണേ. ഓക്കെ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിട്ടാ. ഭയങ്കര മുള്ളാണ് കേട്ടോ, ഇത് ഭയങ്കര മുള്ളാണ്. ഇത് പഴുത്ത് വരുമ്പോഴത്തേക്ക് മുള്ള് പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കയ്യിലൊന്ന് കൊണ്ടു നോക്ക്.